വചനമൊഴി. ഏലിയാസ് ശ്ലീഹ മൂശക്കാലം 8-ാം ഞായർ, മൂശക്കാലം 4-ാം ഞായർ. വചനഭാഗം നിയമാവർത്തനം 12:29-32, ഏശയ്യ 42:1-9, 1 തിമോത്തി 5:1-10, മത്തായിയുടെ സുവിശേഷം 22:23-33. ഏലിയാസ് ശ്ലീഹ മൂശക്കാലത്തെ അവസാന ഞായറാഴ്ചയായ ഇന്ന് ദൈവവചന പ്രഘോഷണങ്ങളെല്ലാം തെറ്റായ പ്രബോധനങ്ങളിൽ വീഴാതിരിക്കുന്നതിനെ കുറിച്ചും ശരിയായ വിധത്തിൽ പ്രബോധനങ്ങൾ നൽകുന്നതിനെ കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ്. ഈശോയുടെ പഠിപ്പിക്കലിന്റെ പ്രധാന വിഷയം സ്വർഗരാജ്യവും സ്വർഗരാജ്യ പ്രവേശനവും മരണാനന്തര ജീവിതവുമായിരുന്നു. ആദിമസഭയുടെ വിശ്വാസത്തിന്റെ കേന്ദ്രവും മിശിഹായുടെ ഉത്ഥാനമായിരുന്നു. പൗലോസ് ശ്ലീഹ പ്രഘോഷിക്കുന്നത് മിശിഹ ഉയർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥം എന്നാണ്. മരിച്ചവരുടെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള ചോദ്യവുമായാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത്. സദുക്കായരാണ് ചോദ്യമുയർത്തുന്നത്. യഹൂദന്മാരുടെ അധികാര ശ്രേണിയിൽ മുൻപന്തിയിലുള്ളവരായിരുന്നു സദുക്കായർ. തോറായായിരുന്നു ഇവർ സുപ്രധാന ഗ്രന്ഥമായി കരുതിയിരുന്നത്. തോറായിൽ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദ്യമില്ലാത്തതുകൊണ്ട് ഇസ്രായേൽക്കാരുടെ ഇടയിൽ ക്രമേണ വെളിവാക്കപ്പെട്ട മരിച്ചവരുടെ ഉത്ഥാനം എന്ന യാഥാർത്ഥ്യത്തോട് ഇവർ പൊരുത്തപ്പെട്ടിരുന്നില്ല. ഈശോയുടെ പഠിപ്പിക്കലിനെ ഇവർ നിരന്തരം ചോദ്യം ചെയ്തിരുന്നു. ഒരിക്കൽ ഈശോ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് എതിർവാദമുളവാക്കുവാൻ ഒരു ദൃഷ്ടാന്തവുമായി സദുക്കായർ ഈശോയെ സമീപിക്കുകയാണ്. തോറായിൽ, അതായത് മൂശയുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് വിവാഹിതനായ ഒരുവൻ മക്കളില്ലാതെ മരിച്ചാൽ അവന്റെ സഹോദരൻ ആ സ്ത്രീയെ സ്വീകരിച്ച് മരണപ്പെട്ട സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കണം. ഈ നിയമത്തിന്റെ പശ്ചാത്തലം പിടിച്ച് ഈശോയെ വാക്കിൽ കൊടുക്കുന്നതിനു വേണ്ടി സദുക്കായർ ഒരു ദൃഷ്ടാന്തം ഉണ്ടാക്കുകയാണ്. 7 സഹോദരന്മാർക്ക് ഭാര്യയായ ഒരുവൾ പുനരുത്ഥാനത്തിൽ ആരുടെ ഭാര്യയായിരിക്കും? ഈ ദൃഷ്ടാന്തം അവതരിപ്പിച്ചുകൊണ്ട് മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന കാര്യം അർത്ഥരഹിതമാണ് എന്ന് വാദിക്കുകയാണ് സദുക്കായരുടെ ലക്ഷ്യം. ആ ചോദ്യത്തിന് ഉത്തരം നൽകാതെ സദുക്കാരുടെ പ്രബോധനങ്ങളും അവകാശവാദങ്ങളും തീർത്തും തെറ്റാണ് എന്ന് ഈശോ പ്രഖ്യാപിക്കുകയാണ്. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്നാണ് ഈശോ പറയുന്നത്. അവർ വിശുദ്ധ ലിഖിതങ്ങളെയും ദൈവത്തിന്റെ ശക്തിയെയും കേവലം മാനുഷിക തലത്തിൽ മാത്രമാണ് കാണുന്നത്. അതിനാലാണ് അവർക്ക് തെറ്റുപറ്റുന്നത്. സദുക്കാരുടെ തെറ്റായ പ്രബോധനങ്ങളെ കുറിച്ച് ജാഗ്രത പുലർത്തണമെന്ന് ഈശോ കൂടെ ഓർമ്മിപ്പിച്ചിരുന്നു. സദുക്കാരുടെയും പ്രീശരുടെയും പുളിമാവിനെ കുറിച്ച് സൂക്ഷിക്കുവാൻ ഈശോ പറയുമ്പോൾ ലക്ഷ്യം വെച്ചിരുന്നത് അവരുടെ തെറ്റായ പ്രബോധനങ്ങളെ സൂക്ഷിക്കണമെന്ന കാര്യമാണ്. കാണപ്പെടുന്ന സൃഷ്ടവസ്തുക്കൾക്കും ഉപരിയായി ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും അവർ കരുതിയിരുന്നില്ല. അതിനാൽ അവർക്ക് തെറ്റുപറ്റിയിരുന്നു. ഈശോ മിശിഹായുടെ വെളിവാക്കപ്പെട്ടതും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ ദൈവിക വെളിപാട് അവർ സ്വീകരിച്ചിരുന്നില്ല. ഭൗതിക തലത്തിൽ ജീവിക്കുവാനുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും മാത്രം നൽകുന്ന ഒരു നിയമദാതാവായിട്ടാണ് ദൈവത്തെ അവർ കണ്ടിരുന്നത്. ഈശോ മിശിഹ അത് തിരുത്തി പഠിപ്പിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തേക്ക് വേണ്ടിയുള്ള ഒരു കാര്യം മാത്രമാണ് ദൈവം എന്ന അവരുടെ ചിന്തയെ ഈശോ മാറ്റുകയാണ്. ദൈവം എന്നും ജീവിക്കുന്നവനാണ്, എന്നും ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും ജീവിക്കുന്നു. ഇക്കാര്യമാണ് ഈശോ വ്യക്തമാക്കുന്നത്. അബ്രാഹവും ഇസ്ഹാക്കും യാക്കോവും ദൈവത്തിന്റെ സന്നിധിയിൽ ഇപ്പോഴും ജീവിക്കുന്നുവെന്നും അവിടുത്തെ സന്നിധിയിൽ മരിച്ചവർ ഇല്ല, അവിടുന്ന് നിത്യം ജീവിക്കുന്നവനാണ് എന്നും ഈശോ വ്യക്തമാക്കുന്നു. തെറ്റായ ദൈവസങ്കല്പങ്ങളുടെ പിന്നാലെ, മാനുഷിക കണ്ടെത്തലുകളായ ദൈവങ്ങളുടെ പിന്നാലെ പോകരുതെന്ന കാര്യമാണ് നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ള 1-ാമത്തെ പ്രഘോഷണത്തിൽ പറയുന്നത്. ജനതകളുടെ ഇടയിൽ നിലനിന്നിരുന്ന ദൈവസങ്കല്പങ്ങളുടെ പിന്നാലെ പോകരുത്.
തങ്ങളുടെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് മനുഷ്യ ബലിയർപ്പണം ഉൾപ്പെടെ പല മ്ലേച്ഛ പ്രവൃത്തികളും ജനതകളുടെ ഇടയിൽ ചെയ്തിരുന്നു. അപ്രകാരമുള്ള തെറ്റായ അറിവുകളുടെ പിന്നാലെ ചരിക്കാതെ കർത്താവിന്റെ നിയമമനുസരിച്ച് ജീവിക്കുവാനാണ് മോശയിലൂടെ അവിടുന്ന് അരുൾ ചെയ്യുന്നത്. കർത്താവിന് മഹത്വം നൽകുവാനും അവിടുത്തെ മഹത്വത്തിന് നിരക്കാത്ത യാതൊരു പ്രവൃത്തികളിലും വ്യാപരിക്കാതിരിക്കാനും നിയമാവർത്തന ഗ്രന്ഥത്തിൽ നിന്നുമുള്ള വചനം പ്രബോധിപ്പിക്കുന്നു. വരാനിരിക്കുന്ന മിശിഹായെ കുറിച്ചുള്ള പ്രവചനമാണ് യേശയ്യയുടെ പുസ്തകത്തിൽ നിന്നും ശ്രവിക്കുന്നത്. മുള പൊട്ടുന്നതിന് മുൻപേ വരാനിരിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തനെ കുറിച്ച് അറിവ് നൽകുന്ന പ്രവചനമാണ് യേശയ്യയുടെ പുസ്തകത്തിൽ നിന്നുമുള്ളത്. അവിടുന്ന് എല്ലാ ജനതകൾക്കും നീതി പ്രദാനം ചെയ്യുന്നവനാണ്. കർത്താവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനും പ്രീതിപാത്രവുമായ അവിടുത്തെ വാക്കുകൾക്ക് ചെവി കൊടുക്കണമെന്നാണ് പ്രവാചകൻ പറയുന്നത്. തെറ്റായ പ്രബോധനങ്ങളിലും പ്രവൃത്തികളിലും വീണുപോകാതെ എല്ലാവരെയും ഉപദേശിക്കണമെന്നാണ് പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലൂടെ പഠിപ്പിക്കുന്നത്. ആധുനിക കാലത്തും മരണത്തെക്കുറിച്ചും യുഗാന്തത്തെക്കുറിച്ചും പലപ്പോഴും തെറ്റായ പ്രബോധനങ്ങൾ ഉണ്ടാകുമ്പോൾ യഥാർത്ഥ വിശ്വാസത്തോട് ചേർന്ന് നിന്ന് വിശ്വാസത്തിൽ ആഴപ്പെടണമെന്നാണ് ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ പറയുന്നത്. മിശിഹായുടെ ഉത്ഥാനത്തിൽ പങ്കാളികളായി നിത്യജീവൻ പ്രാപിക്കുന്നതിന് യോഗ്യമായ വിധത്തിൽ ജീവിക്കാൻ ഏലിയാ ശ്ലീഹ മോശക്കാലം നമ്മെ ആഹ്വാനം ചെയ്യുന്നു.